dears, welcome back to Silent Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്നൊരു കാര്യമായിട്ടാണ്. നിങ്ങളുടെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ഫുള്ള് പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ഷെഡ്യൂളാണ് നിങ്ങൾ എല്ലാവരും. സോ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. സോ നമ്മുടെ കെമിസ്ട്രിയിലെ അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ചേഞ്ചസ് അറൗണ്ട് us ഫിസിക്കൽ ആൻഡ് കെമിക്കൽ എന്ന് പറയുന്നത്. നമുക്ക് ഫുൾ ചേഞ്ചുകളാണല്ലേ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ. എന്തിന് ഇവ നമുക്ക് വരെ ചേഞ്ചാ. അപ്പൊ മിസ് പണ്ട് ഒരു 5 വർഷം മുമ്പ് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് കുറച്ച് ചേഞ്ചുകൾ വന്നു. നിങ്ങൾക്ക് അങ്ങനെയാണ്. ഈ ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ നോക്കൂ, നിങ്ങൾക്ക് ചേഞ്ച് വരും. അങ്ങനെ നമ്മുടെ സബ്സ്റ്റൻസുകൾക്കും നമുക്കും ഒക്കെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ ഫിസിക്കൽ ആവാം, ചിലപ്പോൾ കെമിക്കൽ ആവാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ മിസ് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്യൂവൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ എന്താ യൂസ് ചെയ്യുക? മിക്കവാറും LPG ആയിരിക്കും അല്ലെ? സിലിണ്ടർ, നമ്മുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LPG ഗ്യാസ് സിലിണ്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ചിലവിടെ വുഡ് യൂസ് ചെയ്യുന്നവരുണ്ട് ഇല്ലേ? വുഡ് ഉപയോഗിക്കുന്നവരുണ്ട്, വുഡ് ബേൺ ചെയ്യാറുണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. അതൊക്കെ ഫ്യൂവൽസിൽ പെട്ടതാണ്. ഇവരൊക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ്. കൗഡങ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും ഫ്യൂവൽസാ. അപ്പൊ കത്തുന്ന എല്ലാ സാധനങ്ങളും ഏകദേശം നമ്മൾ കത്തിക്കാൻ വേണ്ടി എടുക്കുന്നതൊക്കെ ഫ്യൂവൽസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഫ്യൂവൽസ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഒരു പരീക്ഷണം ചെയ്യാണ്. നമ്മളൊരു മെഗ്നീഷ്യം റിബൺ എടുത്തൊന്ന് കത്തിച്ച് നോക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത പരിപാടി ആയിരിക്കും അല്ലെ? ചെറിയ ക്ലാസ്സിൽ ചെയ്തായിരിക്കും മെഗ്നീഷ്യം റിബൺ എടുത്ത് കത്തിക്കുക. മെഗ്നീഷ്യം എന്ന് പറഞ്ഞ ഒരു മെറ്റൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിനെ എടുത്ത് കത്തിച്ചാൽ എന്തായിരിക്കും മക്കളെ ഉണ്ടാവുക? നല്ല അടിപൊളിയായിട്ട് ലൈറ്റോട് കൂടിയിട്ട് അവിടെ നല്ല പ്രകാശപൂരിതമായിട്ട് കത്തുന്ന കാണാൻ പറ്റും അല്ലേ? അതേപോലെ ആഷസും ഉണ്ടായിരിക്കും. ഇത് കത്തി നല്ല ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് ചാരം പോലെ ആഷസും കുറച്ച് നമുക്ക് കിട്ടും അല്ലെ? ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് മെഗ്നീഷ്യം റിബൺ കത്തിച്ചുണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മെഗ്നീഷ്യം എന്ന് പറയുന്ന സാധനം അവിടെ കത്തി എന്ന് പറയുന്ന സമയത്ത് അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാണ് ചെയ്തത്. ഒരു സാധനം എപ്പോഴും, ഒരു സാധനം എന്നല്ല, മെഗ്നീഷ്യം എന്നല്ല, ഏത് സാധനവും കത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഓക്സിജൻ സപ്ലൈ ഉണ്ട് എന്നാണ്. അപ്പൊ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത മെഗ്നീഷ്യം ഓക്സൈഡും ഹീറ്റും ലൈറ്റുമായിട്ട് മാറുകയാണ് ചെയ്തത്. കാരണം അത് കത്തിക്കുമ്പോൾ നല്ല ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അടുത്ത് പോയി നിന്നാൽ നമുക്ക് ചൂടുണ്ടാവും. ഓഫ് കോഴ്സ് നമുക്ക് ചൂടുണ്ടാവും. അതേപോലെ തന്നെ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ആഷസും അവിടെ ഫോം ചെയ്തു അല്ലേ? സോ ഇതിൽ നിന്ന് മനസ്സിലായി മെഗ്നീഷ്യം കത്തിച്ചു, അല്ലെങ്കിൽ ഞാനിവിടെ ഈ ടിഷ്യൂ ഞാൻ കത്തിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഓക്സിജൻ കിട്ടീന. ഏത് സാധനം കത്തി പറഞ്ഞാലും ഓക്സിജൻ ഈസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് കത്തുക, കമ്പഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ? 2Mg + O2 gives 2MgO എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആക്ച്വലി ഇത് ഓക്സിജൻ അവിടെ പ്രസൻസ് വന്ന ഒരു സാധനം കത്തിപ്പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് കമ്പഷൻ സംഭവിച്ചു എന്നാണ്. അപ്പൊ എന്താണ് കമ്പഷൻ? വാട്ട് ഈസ് കമ്പഷൻ എന്നാണ് എന്റെ മക്കൾ ആദ്യം പഠിക്കേണ്ട കാര്യം. കമ്പഷൻ, ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവൺ ഓഫ് ഹീറ്റ് ഈസ് കോൾഡ് കമ്പഷൻ. ഓക്സിജന്റെ പ്രസൻസിൽ കത്തും ചെയ്യുന്നു, അതേപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമ്പഷൻ എന്ന് പറയാം. ഒരു സാധനം കത്തിന്ന് നമുക്ക് പറയാൻ അവിടെ കമ്പഷൻ നടക്കണം. അപ്പൊ ഓക്സിജൻ സപ്ലൈ വേണം, അതേപോലെ തന്നെ ഗിവൺ ഓഫ് ഹീറ്റും വേണം. അത് ചിലപ്പോൾ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫ്യൂവൽസിന്റെ കേസിൽ പെട്രോളും ഡീസലും ഒക്കെ ലിക്വിഡ് ആണ്, കൗഡങ്ങും അതേപോലെ വുഡും ഒക്കെ സോളിഡ് ആണ്, ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് ആണ്. അപ്പൊ അത് ഏതും ആവാം, അതൊക്കെ ഫ്യൂവൽസ് ആണ്. അതൊക്കെ എന്താണ്? കമ്പഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുമാണ്. സോ സംടൈം ലൈറ്റ് ഈസ് ഓൾസോ ഗിവൺ ഓഫ് ഡ്യൂറിങ് കമ്പഷൻ എയ്തർ ആസ് എ ഫ്ലെയിം ആസ് എ ഗ്ലൂ. ഈ ലൈറ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ലൈറ്റോട് കൂടിയിട്ട് കത്തണമെന്നില്ല. ചിലപ്പോൾ ഒരു തീപ്പൊരി പോലെ ഗ്ലോ പോലെ വരാം, അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിം ആയിട്ട് വരാം. ഇപ്പൊ ക്യാൻഡിലൊക്കെ കത്തിച്ചാൽ ഫ്ലെയിം അല്ലേ ഉണ്ടാവുക? അങ്ങനെ ഏതും വരാം. പക്ഷെ ഇതെല്ലാം കമ്പഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അങ്ങനെ കത്തുന്ന കമ്പഷൻ നടത്തിയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പസ്റ്റിബിൾ. ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കമ്പഷൻ ഈസ് സെഡ് ടു ബി കമ്പസ്റ്റിബിൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്യൂവൽ. അതിനെ ഫ്യൂവൽ എന്നും നമ്മൾ വിളിക്കും, കമ്പസ്റ്റിബിൾ എന്നും വിളിക്കും. ഇപ്പൊ എന്റെ പേപ്പർ, ഇവിടെയുള്ള പേപ്പർ ഞാൻ കത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കമ്പസ്റ്റിബിൾ ആണ്, കത്തിപ്പോകുന്ന സാധനമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. സോ നോക്കിക്കോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ മെഗ്നീഷ്യം റിബൺ കത്തിച്ചു നോക്കുക, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. അതാണ് ആഷ് പോലെ. ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ചാരം പോലെയുള്ള സാധനമാണ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് അല്ലേ? സോ ദ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ ഈസ് ഓൾസോ ഇൻവോൾവ് ദ കെമിക്കൽ ചേഞ്ച്. അവിടെ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടായി.
അപ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, കെമിക്കലി ആണ് ചേഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായി എന്നർത്ഥം. ഫിസിക്കൽ ചേഞ്ച് പറയുമ്പോൾ ലുക്കിലൊക്കെ മാറും. ഇപ്പൊ മിസ് ഇങ്ങനെ മുടി കിട്ടിയ നാളെ ഇങ്ങനെ കിട്ടിയ നിങ്ങൾ പറയും ഫിസിക്കലി ഉള്ള ചേഞ്ച് ആ മിസ്സേ പറയും. പക്ഷെ എനിക്ക് മൊത്തത്തിൽ മാറ്റം വന്നില്ല, ഞാൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു മെഗ്നീഷ്യം റിബൺ കത്തിച്ച് അതിന്റെ ചാരത്ത് നോക്കിയിട്ട് ചാരം ഇനി മെഗ്നീഷ്യം ആവോ എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം തിരിച്ചാവോ? ഇല്ല. അത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചുമാണ്. അതിനെ വീണ്ടും റിവേഴ്സ് ചെയ്ത് പഴയപോലാക്കാൻ പറ്റൂല്ല. പുതിയൊരു പ്രൊഡക്റ്റ് ആയ ചാരം നമുക്ക് അവിടെ കിട്ടും ചെയ്തു. സോ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇസ് ഓൾസോ പ്രൊഡ്യൂസ്. അതിന്റെ ഒപ്പം തന്നെ ഹീറ്റും ലൈറ്റും ഉള്ളതുകൊണ്ട് അത് കമ്പഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. എ കെമിക്കൽ റിയാക്ഷൻ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഗിവൺ ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇസ് കോൾഡ് കമ്പഷൻ. അങ്ങനെയുള്ള കമ്പഷൻ നടക്കുന്ന സാധനത്തെ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. വുഡും പേപ്പറും കോട്ടണും കെറോസിനും ഒക്കെ എന്താണ്? കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ്. സോ മിസ് എഴുതിയ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നൊരു വൈറ്റ് പൗഡർ ഉണ്ടാവുന്നു. നല്ല ചൂടുണ്ടായിരിക്കും, നമ്മുടെ സൈഡിൽ നല്ല ലൈറ്റും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതൊരു കമ്പഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ കമ്പഷൻ എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് കിട്ടിയില്ലേ? സാധനം കത്തിയോ? പുഷ്പ ഫയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളിൽ ഒരു ഫയർ കത്തിയോ? ഒരു കമ്പഷൻ വന്നോ? സോ അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ആ പോയിന്റ് എന്നുള്ളത് പഠിക്കുക. ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ ക്ലാസ്സിൽ എന്റെ മക്കൾക്ക് പഠിക്കാനുള്ളതാണ്. സോ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇത് പഠിക്കുക. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.